ഹായ്, നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഓരോ പെൺകുട്ടികളും ഓരോ വനിതകളും അവരുടെ കഴിവും കരുത്തും അറിഞ്ഞുകൊണ്ട് വളരുവാൻ അവരെ അനുവദിക്കുക. അങ്ങനെ ഒരു സമൂഹം നമുക്ക് വളർത്തിയെടുക്കാം. കോമണായിട്ട് പറഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ്, അവൾക്കിവിടെ എന്തിൻ്റെ കുറവാണ്? 4 നേരം കഴിക്കാൻ കിട്ടുന്നില്ലേ? ഉടുക്കാൻ വസ്ത്രം കിട്ടുന്നില്ലേ? ഇതാണോ ഫ്രീഡം? അതാണോ അവൾക്ക് വേണ്ടത്? അതല്ല അവൾക്ക് വേണ്ടത്. അവളെ അവളായി അംഗീകരിക്കുക, അവളെ കേൾക്കാൻ തയ്യാറാവുക, അവളെ മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട്, വലുതായിട്ട് ആരാകണമെന്ന്. അവർ അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം ആ സമയത്ത് തുറന്നു പറയും. 100-ൽ 98% കുട്ടികളും ആ പൊസിഷനിൽ എത്താറില്ല. കാരണം വളർന്നു വരുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ പരിഗണന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ പൊസിഷനിൽ എത്താൻ കഴിയുന്നില്ല. അവൾക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അതിലേക്ക് തിരിയുന്നു. അങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള ചിന്ത, ആ ചിന്താഗതി മാറണം. പിന്നെ പറയും, നല്ല ജോലിയുള്ള ഒരു പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നല്ലൊരു ജോലിയായിട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് വിടാം എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് പഠിച്ച് കുറച്ച് വലുതായി കഴിയുമ്പോൾ 18, 19, 20 ഒക്കെ വയസ്സായി കഴിയുമ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ മനം കുളിർക്കുന്ന വാക്കുകൾ കേട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അങ്ങനെ പോയാൽ പിന്നീട് ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാം എങ്ങനെ ജീവിക്കും എന്നുള്ള തിരിച്ചറിവ്, അങ്ങനെ ഒരു ബോധം അവളിൽ ഉണ്ടാക്കിയെടുക്കുക. സ്വാതന്ത്ര്യം എന്നത് ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. അതിന് അധ്വാനിക്കണം, സമ്പാദിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അനുഭവിക്കുന്ന ഫ്രീഡം, ആ ഫ്രീഡത്തിന് കണക്ക് പറയാൻ ആളുകളുണ്ടാവും. നിങ്ങളുടെ കഴിവുകളെ എത്രയും പെട്ടെന്ന് പണമാക്കി മാറ്റുക. ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ജോലി നൽകുന്നുണ്ട്. ജോലികൾ കണ്ടെത്തുക, തൊഴിലവസരങ്ങൾ മിസ് ചെയ്യാതെ അത് പ്രയോജനപ്പെടുത്തുക. ഹാപ്പി വുമൻസ് ഡേ, ഹാപ്പി വനിതാ ദിനാശംസകൾ. താങ്ക് യു.